ഇപ്പോൾ മാറിയിരിക്കുന്നത്. എല്ലാം കൂടി ഏതാണ്ട് ഒരു 10 മിനിറ്റിനകം കോടതി നടപടികൾ അവസാനിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം 19ഓടുകൂടി പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നു. കോടതി 11 മണിക്ക് തന്നെ ആരംഭിക്കുന്നു. ആദ്യ കേസായി പരിഗണിക്കുന്നു. 15 ആൾക്കും ജീവപര്യന്തം തടവ് വധശിക്ഷ വിധിക്കുന്നു. മറ്റു കേസുകളിൽ അവർക്ക് ജീവപര്യന്തവും അതോടൊപ്പം തന്നെ കഠിന തടവും പിഴയും ശിക്ഷ വിധിക്കുന്നു എന്നതാണ്. അതായത് നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴയെ ഞെട്ടിച്ച ഇരട്ട കൊലപാതകം. ഈ ഇരട്ട കൊലപാതകത്തിൽ രണ്ടാമത് നടന്ന കൊലപാതകമാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന BJP OBC മോർച്ച സംസ്ഥാന നേതാവ്. അദ്ദേഹത്തെ 2022 ഡിസംബർ 19-ാം തീയതി വെട്ടിക്കൊലപ്പെടുത്തിയായിരുന്നു. എന്നാൽ 18-ാം തീയതി മരണപ്പെട്ട KS ഷാൻ SDPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ SDPയുടെ സ്ഥാനാർത്ഥിയായിരുന്നയാളാണ്. ആ KS ഷാന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതായത് ആദ്യം നടന്ന കൊലപാതകം എന്നർത്ഥത്തിൽ അതിന്റെ കേസ് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇതിൽ വെച്ചിരുന്നുള്ള പ്രോസിക്യൂഷൻ പല സമയങ്ങളിൽ പിൻവാങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ഒടുവിൽ വലിയ പരാതികളും വാർത്തകളുമൊക്കെ വന്നതിന് ശേഷമാണ് PP ഹാരിസിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചിരിക്കുന്നു. അടുത്ത മാസം 2-ാം തീയതി KS ഷാന്റെ കേസ് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യും. എന്നാൽ രണ്ടാമത് നടന്ന സംഭവം എന്നർത്ഥത്തിൽ ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലാണ് ആദ്യം ശിക്ഷ വിധി പുറത്തു വരുന്നത്. വാദം പൂർത്തിയായി, അതായത് കഴിഞ്ഞ ഡിസംബർ 15-ാം തീയതി വാദം പൂർത്തിയായി ശിക്ഷാവിധി പുറത്തു വരുന്നു എന്നാണ്. കാരണം ഈ ശിക്ഷാവിധിയിലേക്ക് പോലും എത്തുന്നതിന് കോടതി നടപടിക്രമങ്ങൾ വളരെ കൃത്യമായി നടന്നതാണ്. കാരണം ആദ്യം ശിക്ഷാകാരൻ കണ്ടെത്തുന്നു, അതിനുശേഷം വാദി പ്രതി ഭാഗങ്ങളുടെ വിശദമായ വാദം കേൾക്കുന്നു, അതിനുശേഷം പ്രതികൾക്ക് പറയാനുള്ളത് കോടതി പരിഗണിക്കുന്നു, അതിനുശേഷം ശിക്ഷാവിധിയിലേക്ക് കടക്കുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു 2 ആഴ്ചയോളം നീണ്ടു നിന്ന ഒരു പ്രക്രിയ അക്കാര്യത്തിൽ നടന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതാണ് കാരണം എല്ലാ പ്രതികൾക്കും, അതായത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്കും അല്ലാത്തവർക്കും വധശിക്ഷ തന്നെ നൽകുന്നു എന്നതും അപൂർവമായിരിക്കുമല്ലേ? തീർച്ചയായും. കാരണം ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, അങ്ങേയറ്റം അപ്രതീക്ഷിതമായ ഒരു വിധി എന്ന് പറയേണ്ടി വരും. കാരണം പരമാവധി ശിക്ഷ പ്രോസിക്യൂഷൻ പോലും കോടതിയോട് ആവശ്യപ്പെടുമ്പോൾ പ്രതികൾക്കെല്ലാം എന്ന് പറയുമ്പോഴും പ്രോസിക്യൂഷൻ പ്രതീക്ഷിച്ചത് ആദ്യത്തെ 8 പ്രതികൾക്ക് ജീവപര്യന്തമോ ഒരു പക്ഷേ വധശിക്ഷയോ ലഭിക്കും എന്നായിരുന്നെങ്കിൽ ഇതിപ്പോൾ 15 പ്രതികളെയും വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം അപ്രതീക്ഷിതമായ വിധി എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നിട്ട് മറ്റു വകുപ്പുകൾ ഇവർക്ക് എതിരെ തന്നെ ഈ 15 ആൾക്കെതിരെ തന്നെ 302 കൂടാതെ തന്നെ മറ്റു വകുപ്പുകളും ചാർത്തിയിരുന്നു. അത് ക്രിമിനൽ ഗൂഢാലോചനയാണ് പ്രധാനമായും അവർക്കെതിരെ ചാർത്തിയ വകുപ്പ്. ക്രിമിനൽ ഗൂഢാലോചന കൂടാതെ വീട് അതിക്രമിച്ച് കയറൽ, പ്രതികളെ സഹായിക്കൽ, കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്ക് സഹായം ചെയ്തു കൊടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ വകുപ്പുകൾ ചേർത്തിട്ടുള്ള കേസായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയത്. ആ കേസിൽ അവർക്ക് ജീവപര്യന്തം, കഠിന തടവ്, അതോടൊപ്പം തന്നെ പിഴ, ഇത്തരം കാര്യങ്ങൾ കൂടി വിധിച്ചുകൊണ്ട് 15 ആളുകൾക്കും വധശിക്ഷ വിധിക്കുന്നതിലേക്കാണ് ഇപ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ്